ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം തലകീഴായ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അതായത് സാർ, ഒരാളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ള ചടങ്ങൊക്കെ ചെയ്യാറുണ്ട്, ഭജൻ പാടും, കീർത്തനങ്ങൾ പാടും. പക്ഷെ താങ്കളുടെ അച്ഛൻ മരിച്ച സമയത്ത് താങ്കൾ റോക്ക് ബാൻഡുകാരെ വിളിച്ച് അവിടെ ഒരു ലാഫ്റ്റർ ഷോ നടത്തിയല്ലോ. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ജീവിതമാണ് ജീവിച്ചത്. ഇപ്പം എൻ്റെ അമ്മ അദ്ദേഹമില്ലാതെ ജീവിക്കണം. എൻ്റെ അച്ഛനൊരു അത്ഭുതകരമായ മനുഷ്യനാണ്. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കും? അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതോ നോക്ക്, ഞാൻ അച്ഛൻ്റെ പ്രെയർ മീറ്റിംഗ് ഒരു വ്യത്യസ്തമായ രീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്. അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താ? ഞാൻ വരുന്നവരോട് വെള്ള ഡ്രസ്സിട്ട് വരാനൊന്നും പറയില്ല, നിങ്ങൾ കളർഫുൾ ഡ്രസ്സിട്ട് വരൂ എന്ന് പറയും. നിങ്ങൾ ചിരിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറയും. അതേപോലെ ഞാൻ അച്ഛന് വേണ്ടി റോക്ക് ബാൻഡ് വരുത്താമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി പ്രെയർ മീറ്റിംഗ് എന്തിനാ എത്ര ബോറിംഗ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ റോക്ക് ബാൻഡിൽ അവർ പാടി. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോകത്തോട് അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു. ആ പ്രെയർ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വയറ് വേദനിക്കാൻ തുടങ്ങി. രാത്രി എൻ്റെ അമ്മ എന്നോട് പറയാ, അനുപം താങ്ക് യു, ബിട്ടു മോനെ താങ്ക് യു, എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞു. സോ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താങ്കളുടെ സിനിമയിലും കാണാൻ പറ്റും. താങ്കൾ അക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, താങ്കൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല, എന്നിട്ട് പോലും ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്നവന്. എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് തോന്നി, ലെറ്റ് മീ ട്രൈ, എനിക്ക് ഇംഗ്ലീഷ് പടങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ബാൻഡിറ്റ് ഡി വാക്വമിൽ എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ അതൊരു ഇംഗ്ലീഷ് പടമാണ്, ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ പടം സൂപ്പർ ഹിറ്റായി. പക്ഷേ ഇംഗ്ലീഷ് പടങ്ങളിൽ വെച്ച് ഞാൻ പ്രയാസപ്പെട്ട് അഭിനയിച്ചത് ന്യൂ ആംസ്റ്റർഡാം എന്ന പടമാണ്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് ഒരു മെഡിക്കൽ ഡ്രാമ പടമാണ്. അതിൽ ഞാൻ ന്യൂറോളജിസ്റ്റിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമൽ വേർഡ് തന്നെ പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ ഭയങ്കരമായ മെഡിക്കൽ വേർഡ്സ് ഉണ്ട്. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് പ്രിപ്പയർ ചെയ്യും. ഐ തിങ്ക് ഒരു പ്രയാസമുള്ള ജോലി എടുത്ത് ചെയ്യാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അതെന്റെ ഹിറ്റായ സീരീസ് ആണെന്ന് പറയാം. ഇൻഫാക്ട് ഇത് അമേരിക്കയിൽ വളരെ ഭയങ്കര ഹിറ്റായി. ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മനസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ആദ്യം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെയാണ് സംസാരിക്കുക. അത് തലകുത്തനെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ചെയ്ത ജോലി ഞാൻ എന്തിനു വീണ്ടും ചെയ്യണം? അടുത്ത വർഷം എന്തുകൊണ്ട് ഡിഫറൻ്റ് ആയി ചെയ്തുകൂടാ? താങ്കൾ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത കാര്യത്തിൽ, അതായത് താങ്കൾ പറഞ്ഞ അമേരിക്കൻ സീരീസ് വളരെ സക്സസ് ആയിട്ടാണ് പോയത്. അതുകൊണ്ട് താങ്കളെ ഡോക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് അമേരിക്കയിലും ഇന്ത്യയിലും വളരെ സക്സസ്ഫുൾ ആയ പ്രോഗ്രാമാണ്. അത് താങ്കൾ പാതി തന്നെ നിർത്തിയിട്ട് തിരിച്ചു വന്നല്ലോ. അതിൽ 5 സീസൺ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കാശ് കിട്ടി. ബട്ട് കിരൺ വാസ് അൺഫോർച്ചുനേറ്റ്ലി ഡിറ്റക്റ്റീവ് വിത്ത് ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ. അപ്പോൾ എനിക്കെന്താണ് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഈ സമയത്ത് അമേരിക്കയിൽ ഇരുന്നാൽ എങ്ങനെ? കിരണിന് എൻ്റെ ആവശ്യമുണ്ട്. ഞാനൊന്നും ഡോക്ടറല്ല അവരെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമുണ്ടാവും. കാരണം ഇത്രയും വർഷങ്ങളായി അവർ എൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, എനിക്കൊപ്പം സുഖദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നായി ജീവിച്ചു. എനിക്കെങ്ങനെ ഈ സീരീസിൽ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റും? അതുകൊണ്ട് ആ സീരീസ് വിട്ട് ഞാൻ കിരണൊപ്പം എത്തി. ഞാൻ അവിടുന്ന് വന്നിട്ട് അവരുടെ രോഗമാകട്ടെ, അവരുടെ വേദനയാവട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ധൈര്യമായിരിക്കും. പക്ഷേ കിരൺ എന്നോട് അവിടുന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാൽ, ഈ വിജയം വിട്ട് ഇവിടെ വിജയിക്കണം, ബന്ധങ്ങളിൽ വിജയിക്കണം, അതാണ് പ്രധാനമെന്ന് തോന്നി. അതുകൊണ്ടാണ് വന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സർ, നിങ്ങളും സതീഷ് കൗശിക്കും വളരെ വലിയ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? ഞാനും സതീഷ് കൗശിക്കും നല്ല സുഹൃത്തുക്കളാണ്. ഇവിടെയുള്ള നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1974 മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം എനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് മാൻ. ഇപ്പോഴും ഞാൻ ചില സമയത്ത് ഡ്രൈവറോട് പറയും സതീഷിന്റെ ഓഫീസിലേക്ക് തിരിച്ചു വിടാൻ. അദ്ദേഹത്തിന്റെ മകളാണ് മൻസിക. എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളും കൗശിക്കും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് വയറ് വേദനിക്കാൻ. അതെ അതെ അതെ, അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന. അതെ, സതീഷിന് വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. അദ്ദേഹം ഈസി ആയിട്ട് കോമഡിയൊക്കെ ചെയ്യും. അദ്ദേഹത്തോട് താങ്കൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് വിളിക്കാത്ത കല്യാണത്തിന് ആഹാരം കഴിക്കാൻ പോകുന്നു. അതെ, ഞാൻ ബോംബെയിലേക്ക് വന്ന് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഭക്ഷണത്തിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും. എന്റെ താടി കുറച്ച് ബ്രൗൺ നിറത്തിലാണ്.
അതുകൊണ്ട് ജനങ്ങൾ ഞാൻ ഇംഗ്ലീഷുകാരനാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു ഡ്രാമയിൽ അഭിനയിച്ചിരുന്നു, 3 Penny Opera. അതിൽ ധരിച്ച വൈറ്റ് സൂട്ട് ഞാൻ എന്റെ കൈവശം വെച്ചു. അപ്പൊ സതീഷ് കൗശിക് പിന്നെ മറ്റുള്ള 2 സുഹൃത്തുക്കളും ആ വൈറ്റ് സൂട്ട് എന്നെ കൊണ്ട് ധരിപ്പിച്ച് ഞാനൊരു ചെറിയ കണ്ണട വയ്ക്കും. അതായത് എന്നെ ഇംഗ്ലീഷുകാരനെ പോലെ മാറ്റി കല്യാണത്തിനൊക്കെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ വിദേശികൾ കല്യാണത്തിന് വന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ബൾട്ടോൺ, ഹീസ് കമ്മിങ് ഫ്രം ജർമ്മനി എന്ന് കള്ളം പറയും. ബട്ടോൺ ബ്രദ് ജർമ്മനിയിലെ വലിയ പ്ലെയർ ആയിരുന്നു. സതീഷ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ജർമ്മനിയിലെ വളരെ പ്രശസ്തനായ ആളായിട്ടാണ്. ഹീ ഈസ് ദ പേഴ്സൺ. ഇദ്ദേഹം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഞാൻ ആ കണ്ണടയും ധരിച്ച് ജിലേബി കഴിക്കായിരിക്കും, കച്ചോടി കഴിക്കായിരിക്കും. അങ്ങനെ കണ്ടതെല്ലാം ഞാൻ വാരി വലിച്ച് കഴിക്കും. അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കല്യാണങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ കല്യാണം വല്ലതും ഉണ്ടെങ്കിൽ പറയും, ഞാൻ താടിയൊക്കെ ഒട്ടിച്ച് വെള്ളക്കാരനെ പോലെ വരാം. പബ്ലിക്കിൽ വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? I just want to ask you one question. മലയാളത്തിൽ ചോദിക്കാം. എനിക്ക് മലയാളം അറിയും. ഇപ്പോഴുള്ള ആക്ടേഴ്സ് എല്ലാം നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പെർമിഷൻ നൽകിയാൽ അനുവാദം കിട്ടുമോ? ജഡ്ജ് സാർ, അനുവാദം കിട്ടുമോ? സാർ, ഞാൻ മലയാള മീഡിയം സ്കൂളിൽ നിന്ന് വന്നതാ. മലയാള മീഡിയം സ്കൂളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് മീഡിയം പെൺകുട്ടികൾ നമ്മളെ നോക്കില്ല, നമ്മുടെ ഭാഗത്തേക്ക് നോക്കില്ല. ഇതാ ഇവിടെ മുമ്പിലിരിക്കുന്നവരൊക്കെ മലയാള മീഡിയത്തിൽ നിന്ന് വന്നവരാ. ഇവരൊക്കെ തലകുലുക്കുന്നുണ്ട്, തല പൊട്ടി വീണു പോകുന്നു വിചാരിക്കും. ഞങ്ങൾ ആരും നോക്കാറില്ല. അപ്പോ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സത്യപ്രകാശ് ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ നോക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പൊ ഞാൻ വളരെ മെലിഞ്ഞിരിക്കായിരുന്നു. എത്രമാത്രം എന്ന് വെച്ചാൽ എന്റെ 2 കണ്ണുകൾ കൊണ്ട് എനിക്ക് കീ ഹോളിലൂടെ കാണാമായിരുന്നു. ഞാൻ മെലിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നടന്നു പോയത്. ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ ക്രോസ് ചെയ്ത് പോയാ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. മൈ ബോഡി ഈസ് എമേഴ്സ് എന്ന് പറയും. ഒരു ദിവസം പ്രിൻസിപ്പൽ സാർ വന്ന് എന്നെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ പ്രിൻസസ് ദുർഗാവതി ഓഫ് ലഖൻപൂർ ഇല്ലേ, അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡോണർ. ഞങ്ങൾക്ക് ഒരുപാട് പണം നൽകുമായിരുന്നു, 2000, 3000. അതുകൊണ്ട് അവരായിരുന്നു എല്ലാ വർഷവും ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാ. അങ്ങനെ അവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 200 വയസ്സായതുപോലെ തോന്നി. അതുകൊണ്ട് പ്രിൻസിപ്പൽ സാർ പറഞ്ഞു, അവരെ ഒന്ന് പ്രശംസിക്കാനായി ഒരു സ്പീച്ച് നൽകണമെന്ന്. അതുകൊണ്ട് നീ ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ബൈഹാർട്ട് ചെയ്തോന്ന്. സാർ, ഇംഗ്ലീഷിൽ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം? പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു. എന്റെ ചെറിയച്ഛൻ ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പാരലാൽ ജി. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നീ എഡിറ്റോറിയൽ ബൈഹാർട്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. 15 ദിവസങ്ങൾക്ക് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരു ഭാഗത്ത് എഡിറ്റോറിയൽ ബൈഹാർട്ട് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് സ്പീച്ചും ബൈഹാർട്ട് ചെയ്യുന്നു. പ്രിൻസസ് ഓഫ് ലഖൻപൂർ ദുർഗാദേവി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അന്ന് ഈ 2 സ്പീച്ചും മിക്സ് ആയിപ്പോയി. ഞാൻ ഇങ്ങനെയാണ് സ്പീച്ച് നൽകിയത്. കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷെ അതാണ് സത്യം. ലേഡീസ് ഓഫ് ദ ജെന്റിൽമെൻ, I would could have to understood a few homogeneous words in kind condolence of Princess Durgavati of Lakhanpur. The infection of the last conversation in the life, that is why I'm looking at you. Sometime I'm furniture and sometime I'm missing the room. അതിനുശേഷം എന്റെ പ്രിൻസിപ്പളിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അതിന് മുഴുവൻ കാരണവും ഞാനാണ്. ചോദിക്കൂ, മലയാളത്തിൽ ചോദിക്കൂ പ്ലീസ്. തീർച്ചയായിട്ടും നിങ്ങളാണ് സത്യം. മലയാളത്തിൽ തന്നെ സംസാരിക്കാം. സാർ, ഇപ്പോൾ ആക്ടേഴ്സ് എല്ലാം നീളമുള്ള മുടി, താടി അങ്ങനെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണോ? അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് തോന്നാറില്ലേ? ഏതോ കാട്ടുവാസിയുടെ കൂടെ അഭിനയിക്കുന്ന പോലെ തോന്നില്ലേ? ലോകത്ത് 2 തരത്തിലുള്ള ആണുങ്ങളുണ്ട്, ബോൾഡീസ് ആൻഡ് ഫ്യൂച്ചർ ബോൾഡീസ്. അതുകൊണ്ട് ഈ നീളമുള്ള മുടിയൊക്കെ അതാ അദ്ദേഹം വീണ്ടും ഇങ്ങനെ കാണിക്കും. ഞാൻ പോയി അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വരാം. അദ്ദേഹം എന്റെ വലിയ ഫാനാണ്. വന്നാട്ടെ. അടിപൊളി, സൂപ്പർ. നിങ്ങൾ അസ്ട്രോളജർ ആണോ? അടിപൊളി, നല്ല കാര്യം. അദ്ദേഹം അസ്ട്രോളജർ ആണത്രേ. എനിക്ക് ദൂരത്തുനിന്നും കണ്ടപ്പോഴേ മനസ്സിലായി. എന്റെ ഭാവി നന്നായിട്ടുണ്ടോ സാറേ? എന്റെ ഭാവി നന്നായിരിക്കോ? വളരെ നന്നായിട്ടുണ്ട് സർ. നിങ്ങൾ 2 പേരുടെയും ഭാവി വളരെ നന്നായി. കണ്ടോ, നമ്മളെ 2 പേരെയും പറ്റിയാ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ കാണിച്ചോണ്ടിരിക്കും. ഓക്കെ.